ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള മുഖമണ്ഡപത്തിൽ കയറുന്നതിൽ നിന്നും ഇളയരാജയെ തടഞ്ഞു. ആചാരങ്ങളുടെ ഭാഗമായി ഇളയരാജയ്ക്ക് മുഖമണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ ആകില്ല എന്ന് പൂജാരിമാർ പറഞ്ഞു. ശ്രീകോവിലിന് പുറത്തു നിന്നും ദർശനം നടത്തി ഇളയരാജ മടങ്ങി. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇളയരാജയെ പോലെയുള്ള ഒരു മഹാനെ അവഹേളിച്ചു, അതല്ല ആചാരങ്ങൾ പ്രധാനമാണ് എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ പല വഴിക്ക് വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ രണ്ട് അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഉയരുന്നുണ്ട്. ഇതൊരു വിവാദമായിട്ട് മാറിയിട്ടുമുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ഇളയരാജയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇന്ന് രാവിലെയാണ് ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ അമ്മൻ ക്ഷേത്രത്തിലേക്ക് ഇളയരാജ ദർശനത്തിനെത്തുന്നത്. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ ക്ഷേത്രം അധികൃതർ പൂജാരിമാരുൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിച്ചാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിച്ചത്. ഈ ശ്രീകോവിലിന് മുൻപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. അവിടെ വെച്ച് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി അദ്ദേഹത്തോട് ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. ഏതായാലും സാധാരണ ഈ അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ ഈ മുഖമണ്ഡപത്തിലേക്ക് കയറ്റാറില്ല എന്നുള്ളതാണ് അവിടുത്തെ ആചാരം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ മറ്റ് യാതൊരുവിധ പ്രതിഷേധങ്ങളൊന്നും കൂടാതെ ഇളയരാജ ശ്രീകോവിലിന് മുൻപിൽ നിന്ന് തന്നെ തൊഴുത് മടങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിഷയം ഒരു വിവാദമാവുന്നതും വിമർശനങ്ങൾ ഉയർന്നതും. ഏതായാലും ക്ഷേത്രം അധികൃതരുടെ ഒരു പ്രതികരണമായി അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ആചാരങ്ങൾ അനുസരിച്ച് ഇളയരാജയ്ക്ക് ഈ മുഖമണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് പുരോഹിതൻ എന്താണ് ഈ ഇളയരാജയുടെ ചെവിയിൽ പറഞ്ഞത് എന്നുള്ളത് ഇളയരാജ തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. നിലവിലേതായാലും സംഗീതത്തിന് അയിത്തമുണ്ടോ തുടങ്ങിയ രീതിയിലൊക്കെയാണ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉയരുന്നത്.